ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്ക് അരീന. ഇത്തവണത്തെ IPL ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 7 റൗണ്ട് മത്സരങ്ങൾ വീതമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. LSGയും രാജസ്ഥാൻ റോയൽസും 8 വീതം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ 4 ടീമുകൾക്ക് 10 പോയിന്റുകൾ അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസ്, ഡൽഹി, പഞ്ചാബ് കിങ്സ്, LSG എന്നിവരാണ് 10 പോയിന്റുകൾ വീതം നേടിയിട്ടുള്ളത്. ഏതായാലും ഇനി പ്ലേ ഓഫ് യോഗ്യത ഉറപ്പിക്കാൻ ഓരോ ടീമുകൾക്കും എത്ര മത്സരങ്ങൾ വീതം വിജയിക്കണം, അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ കട്ട് ഓഫ് പോയിന്റ് ആയിക്കൊണ്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 16 പോയിന്റുകളെയാണ്. ചുരുങ്ങിയത് 16 പോയിന്റുകൾ എങ്കിലും ഇവർക്ക് നേടേണ്ടി വരും. ചിലപ്പോൾ അതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ സംഭവിക്കാം. പക്ഷേ 16 പോയിന്റുകൾ നമ്മൾ കട്ട് ഓഫ് ആയിക്കൊണ്ട് എടുക്കുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം 7 മത്സരങ്ങളിൽ നിന്ന് അവർ 3 വിജയങ്ങൾ എങ്കിലും നേടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു പ്ലേ ഓഫ് യോഗ്യത ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഡൽഹി ക്യാപിറ്റൽസിനും അങ്ങനെ തന്നെയാണ്. 7 മത്സരങ്ങളിൽ നിന്ന് 3 വിജയങ്ങൾ. പഞ്ചാബ് കിങ്സിന് 7 മത്സരങ്ങളിൽ നിന്ന് 3 വിജയങ്ങൾ. LSGക്ക് 6 മത്സരങ്ങളിൽ നിന്ന് 3 വിജയങ്ങൾ നേടേണ്ടതുണ്ട്. എന്നാൽ അവർക്ക് ആ ഒരു പ്ലേ ഓഫ് യോഗ്യത കരസ്ഥമാക്കാൻ അല്ലെങ്കിൽ ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. RCBയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 7 മത്സരങ്ങളിൽ നിന്ന് അവർക്ക് 4 മത്സരങ്ങളിൽ എങ്കിലും വിജയം സ്വന്തമാക്കേണ്ടതുണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 7 മത്സരങ്ങളിൽ നിന്ന് 5 വിജയങ്ങൾ നേടണം. മുംബൈ ഇന്ത്യൻസിനും അങ്ങനെ തന്നെയാണ്. 7 മത്സരങ്ങളിൽ നിന്ന് 5 വിജയങ്ങൾ നേടേണ്ടതുണ്ട്. SRHന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 7 മത്സരങ്ങളിൽ നിന്ന് 6 വിജയങ്ങൾ അവർക്ക് നേടണം. CSKക്കും അങ്ങനെ തന്നെയാണ്. 7 മത്സരങ്ങളിൽ നിന്ന് 6 വിജയങ്ങൾ നേടണം. രാജസ്ഥാൻ റോയൽസിന്റെ കാര്യമാണ് വളരെ കഷ്ടം. 6 മത്സരങ്ങളിൽ നിന്ന് 6 മത്സരങ്ങളിലും അവർക്ക് വിജയിക്കേണ്ടതുണ്ട്. കാരണം കേവലം 4 പോയിന്റ് മാത്രമാണ് അവർക്കുള്ളത്. ഇന്നലത്തെ മത്സരത്തിലും രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുകയായിരുന്നു. ഇങ്ങനെയാണ് ഒരു പ്ലേ ഓഫ് സാധ്യതകൾ നമ്മൾ ഇപ്പോൾ കണക്കാക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസ്, ഡൽഹി ക്യാപിറ്റൽസ്, പഞ്ചാബ് കിങ്സ്, LSG എന്നിവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.